ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ഹോളിഡേ ആണ്. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കല്യാണം കാര്യങ്ങളൊന്നും എനിക്ക് എങ്ങോട്ടും പോകാനില്ലായിരുന്നു കേട്ടോ. പോകാനില്ലാഞ്ഞിട്ടല്ല, മടിയായിട്ടിരിക്കുക. കാരണം ഇപ്പോൾ കുറച്ചായി വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയായിട്ട് തുടങ്ങിയിരിക്കുക. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങോട്ടും വാഹനം എടുത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇന്ന് വെറുതെ ഒന്ന് നാട്ടിലേക്കൊന്ന് കറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മടി എന്ന് പറയുന്നത് കൂടപ്പിറപ്പായതുകൊണ്ട് എങ്ങും പോയില്ല, അവിടെ തന്നെ ഇരുന്നു. വരയ്ക്കാനുണ്ട്, അപ്പോൾ വരയ്ക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ഗൈസ് കണ്ട, എന്താ ചെരുപ്പ് കാണിച്ചു തരുന്നത് എന്നായിരിക്കും. 100 രൂപയുടെ ചെരുപ്പാണ് പോലും. 100 രൂപക്കൊക്കെ ഇത് നല്ല വേർത്തല്ലേ. ഇത് അരുണിന് ഇന്നലെ കോയമ്പത്തൂരേക്കായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ അവിടെ ചെരുപ്പിനൊക്കെ ഭയങ്കര വില കുറവാണല്ലോ. പിന്നെ ഞാൻ ഇടുകയോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഒറ്റൊന്നേ മേടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലാഭമായിട്ട് തോന്നുക കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ നല്ല ലാഭമാണ്. കാരണം ഓൻ ഇന്നലെ വരുമ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങിപ്പോയിക്ക്. കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച്, ചിലപ്പം പുലർച്ചെ വരെയൊക്കെ വരച്ചിരിക്കും. അപ്പോൾ ഇന്നലെ ഞാനൊന്നും നോക്കിയില്ല, വേഗം ഗുളിക എടുത്ത് കുടിച്ച് ഉറങ്ങിക്കാൻ. അപ്പോൾ അവൻ വന്നതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കട്ടിലിൻ്റെ മുകളിലൊരു സാധനം വെച്ചിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 100 രൂപയാണെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന്. നല്ല സംഭവമാണല്ലോ. ഞാൻ പൊതുവേ ബാറ്റൻ്റെ ചെരുപ്പാണ് ഇടാറ്. എനിക്ക് അത് എൻ്റെ മകളുടെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. മറ്റേ വണ്ട് കീറലുണ്ടല്ലോ, ഒന്നായിട്ട് കാലിൻ്റെ അടി തോല് ഒളിയും. അപ്പോൾ മകനും ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുഞ്ഞിലേ കാണിച്ച് മോന് വലുതായ സമയത്ത് അങ്ങ് മാറിപ്പോയി കിട്ടോ. ഓള് പിന്നെ വലുതായി വരുന്നതാണല്ലോ. അപ്പോൾ മോന് കുഞ്ഞിലേ കാണിക്കുന്നത് തൊട്ടിട്ട്, അപ്പോൾ ഇവർ ബ്രാൻഡ് ചെരുപ്പിടണം എന്ന് പറഞ്ഞ് മോന് മുമ്പ് തൊട്ടിട്ട് കുഞ്ഞിലേ തൊട്ടിട്ട് ബാറ്റയായിരുന്നു മേടിച്ചു കൊടുക്കുക. അങ്ങനെ ഓന് മേടിക്കാൻ കയറുമ്പോൾ പിന്നെ ഞാനും മേടിക്കൽ തുടങ്ങി. പിന്നെ അത് അരുണും മേടിക്കൽ തുടങ്ങി. ഇപ്പോൾ ഇവള് മേടിക്കൽ തുടങ്ങി. അരുണൊക്കെ ഒരു 2500-3000 രൂപയുടെ ഒരു ഷൂ മേടിച്ചാൽ ഒരു വർഷത്തോളം അവർ യൂസ് ചെയ്യും. അവനൊക്കെ റെഫ്യൂസ് ആണല്ലോ, സ്ഥിരം ബസ്സിൽ പോകുന്ന സമയത്ത് ഇടുന്നതാണല്ലോ. അവനാണെങ്കിലും മോനാണെങ്കിലൊക്കെ 2500-3000 ആ റേഞ്ചിൽ വേണം വാങ്ങണമെങ്കിൽ എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഒരു വർഷം അവർക്ക് സുഖമായിട്ടിടുക, സ്മെല്ലുണ്ടാവില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല കേട്ടോ. മോനും അരുണൊന്നും കാല് സ്മെല്ലടിക്കുന്ന ആ ഒരു പരിപാടി ഇല്ല. മോൻ്റെതും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ മോനൊക്കെ കഴിയുന്നതും ഈ ബ്രാൻഡ് സാധനം എടുക്കുള്ളൂ. അപ്പോൾ വർഷത്തിലൊരു ചെരുപ്പ് മേടിച്ച് കൊടുത്താൽ മതി ഓനൊക്കെ ഷൂ കേട്ടോ. അപ്പോൾ ഇവക്കും ഞാൻ എന്നിട്ട് അങ്ങനെ മേടിക്കും. അപ്പം ഞാൻ അങ്ങനത്തത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബാറ്റൻ്റെതാണ് സ്ഥിരം. ഞാൻ ഒരു 6 മാസത്തോളമൊക്കെ ഞാനും റെഫ്യൂസ് എന്ന് പറഞ്ഞതിൻ്റെ അതിൽ കേട്ടോ. എനിക്ക് ചെരുപ്പൊക്കെ തരുന്ന സമയത്ത് എന്നോട് പറയും നനയ്ക്കരുത് എന്നൊക്കെ പറയും. ഞാൻ ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കാല് നനയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതുവരെ ചെരുപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ബാറ്റ ആയതുകൊണ്ട് നല്ലോണം നിൽക്കും. അപ്പം എന്നിട്ട് ഞാൻ ഇടുകയോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് അവൻ മേടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും കൊടുക്കെങ്കിലും ചെയ്യായിരുന്നല്ലോ, നീ മേടിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ അയ്യടാന്ന് ചൊല്ലിപ്പോകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ എടുത്തതാട്ടോ. ഇന്ന് എറണാകുളത്തേക്കാന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ അരി 15 കിലോക്ക് അങ്ങനെ 200 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അരിയും മേടിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരൊക്കെ പല പല സാധനങ്ങൾക്ക് വില കുറവാണല്ലോ. പക്ഷെ അവന് ഒരുപാട് ടൈമൊന്നുമില്ല, ഉള്ള ടൈമിന് അവൻ കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവനെ ഇന്നലെ കണ്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. കണ്ടപ്പം എനിക്കൊരു കൗതുകം തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടൊരു വീഡിയോ ചെയ്യാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എങ്ങോട്ടും ഇറങ്ങാൻ മടിയായിട്ട് കുത്തിരിക്കുക കേട്ടോ. എന്തോ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാലമായി വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് എന്തൊരു മടിയുള്ളൊരു സംഭവമാണെന്നറിയോ. എനിക്ക് അറിഞ്ഞൂടെ എന്താ ഇങ്ങനെ മടി പിടിച്ച് പോയതെന്ന്. കാരണം വാഹനം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ കുറച്ച് കാലങ്ങൾ ഇങ്ങോട്ടായിട്ടേ ഉള്ളൂ ഒരു മടി വന്നിട്ട്. അപ്പോൾ ഓനും പറഞ്ഞിരിക്കും, എനിക്കും എൻ്റെ ഫാദറിനാണെങ്കിലും ഓനെ കണ്ടാൽ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയലുണ്ട്.
അതേപോലെ എൻ്റെ വാപ്പയും അവനെ കണ്ടാൽ അവനെ കൊണ്ടാണ് വണ്ടി ഓടിപ്പിക്കുക. അതേപോലെ എന്നിട്ട് എങ്ങോട്ടും ഇറങ്ങാതെ ഇങ്ങനെ ചടഞ്ഞിരിക്കുകയായിരുന്നു. വരച്ചിട്ടുണ്ട് കേട്ടോ. വര പിന്നെ നമ്മൾ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. വരയ്ക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് കുളിച്ചാൽ പിന്നെ വരയ്ക്കാനിരിക്കും. ഇന്ന് പിന്നെ ലേറ്റ് ആയിട്ടുണ്ട്, പിള്ളേർ രണ്ടുപേരും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആവുകയെന്ന് വെച്ചാൽ എഴുന്നേക്കാൻ തന്നെ ലേറ്റ് ആവും കേട്ടോ. കാരണം അവർക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവരും ഞാനും എഴുന്നേക്കാൻ ലേറ്റ് ആവും. കാരണം അവർക്ക് ഈ 2 ദിവസമാണല്ലോ കിടന്നുറങ്ങാൻ പറ്റുക. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റു, ഭക്ഷണമൊക്കെ കഴിച്ചു, കുളിച്ചു, കുറച്ച് നേരം വരച്ചു. ഇവിടെ ആണെങ്കിൽ കറണ്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താ വെളിച്ചെന്ന്? ഇൻവെർട്ടർ ഉള്ളതുകൊണ്ടാട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു മുഷിപ്പ്, എന്താണെന്നറിയില്ല. വെളിച്ചത്തിന് വെളിച്ചമുണ്ട്, ഫാനിന് ഫാനുണ്ട്, പക്ഷേങ്കിൽ കറണ്ട് എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എന്തോ ഒരു ചടപ്പ് പോലെ, എന്താണെന്നറിയില്ല. അപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല. രാവിലെ പോയിട്ടുണ്ട് കേട്ടോ, എവിടെയോ പണി നടക്കുന്നുണ്ടാവും, അല്ലാതെ ഇങ്ങനെ പോകാറില്ല. എനിക്കാണെങ്കിൽ മെസ്സേജും കാര്യങ്ങളും വന്നതുമില്ല. ഇനി നമ്പർ മാറ്റി കൊടുത്തിട്ടുണ്ട്, അരുണിൻ്റെ നമ്പറാണുള്ളത്. ഇനി അവന് മെസ്സേജ് വന്നിട്ട് അവൻ പറയാതിരുന്നതാണോന്നും ഓർമ്മയില്ല. എന്തായാലും രാവിലെ പോയിക്ക് എപ്പം വരും എന്നുള്ളത് പിടുത്തല്ല കേട്ടോ. വെള്ളമൊക്കെ ഇന്നലെ അടിച്ചു വെച്ചതാണ്. അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് കളി കൂടുതലാണ്. എൻ്റെ മോള് കുളിക്കാൻ കയറിയാൽ 1 മണിക്കൂർ കഴിയാണ്ട് അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല. അത്രത്തോളം വെള്ളത്തിൽ കളിക്കുന്ന ഒരാളാണ്. ആരാ വന്ന്? ആരാ നോക്ക്? അപ്പം ഇവിടെ ആരോ ഒന്ന് വന്ന് കൊലക്കായി. ഞാൻ പിന്നെ മെസ്സേജ് ചെയ്യാം. എന്താ എൻ്റെ കയ്യിൽ എന്തോ പൈസ ഉണ്ടോ? ഒന്ന് എടുത്ത് കൊടുക്കുക. അത് എന്തോ കിട്ടാൻ വരുന്നില്ല, എന്താണെന്നറിയില്ല. എന്തോ ചില്ലറ ഉണ്ടോയെന്ന് ചോദിച്ചാണോ അല്ലേ. അപ്പോൾ അവളെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് 5 പൈസ കയ്യിലുണ്ടാവലില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരിക വെച്ചാൽ ഒന്നും കൊടുക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ പ്രായമായ ആളല്ലേ, ഏതൊരു പ്രായമായ ആൾ. ഏതായാലും അവളെ കയ്യിൽ ഞാനിപ്പം ഇവരോട് ചോദിച്ചിട്ടാട്ടോ എനിക്ക് എന്തെങ്കിലും ചില്ലറ വേണമെന്നുണ്ടെങ്കിൽ ഇവരാണ് തരാറ്. ഉള്ളത് പറയുന്നതിന് എന്താ, പിള്ളേർക്ക് എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ വാപ്പ കൊടുക്കുന്ന പൈസ സൂക്ഷിച്ച് വെക്കും. അതേപോലെ ഇവളും അരുണും ഭയങ്കര രസമാണ്. എൻ്റെ വാപ്പയൊക്കെ പൈസ കൊടുക്കും. അപ്പോൾ ഇവളിങ്ങനെ സുരുക്കൂട്ടി വെക്കും. അപ്പം നാളൊരു കണക്ക് പറഞ്ഞതാ, 100 500 ഞാൻ നോക്കി ചിരിക്കുന്ന. 100 500 രൂപ അരുണ് കൊടുക്കാനുണ്ട്, 200 രൂപ ഓന് വാങ്ങിയേക്ക്. അപ്പോൾ ഇവളോട് കണക്കെട്ടിപ്പോയി 100 500 എന്ന് പറഞ്ഞ് ഇപ്പോഴും കളിയാക്കല. ഇതുവരെ അവൾക്ക് ആ പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവള് എവിടുന്നെങ്കിലും കിട്ടുന്ന പൈസ സുരുക്കൂട്ടി വെക്കും. അരുണിന് വണ്ടി പോകാനില്ലാത്ത സമയത്ത് മെല്ലെ മോളെ മാമനൊരു 10 രൂപ തരുമോ എന്ന് ചോദിച്ച് ഞാൻ സോപ്പടിച്ച് അവളുടെ കയ്യിലുള്ള പൈസയും മേടിച്ചിട്ട് അവൻ പോവും. പക്ഷെ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല കേട്ടോ. പക്ഷേ എന്തെങ്കിലും ഇങ്ങനെ മേടിച്ചുകൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവൾക്ക് എവിടെന്നെങ്കിലും കിട്ടുന്ന പൈസ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതൊന്നും എടുത്താന്ന് വന്ന ആൾക്ക് കൊടുത്തത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചുമ്മാ ഒരു വ്ളോഗ് ഇട്ടതാണ്. എല്ലാവരോടും കുശലാന്വേഷിക്കണമല്ലോ, അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖവും സേഫുമായിട്ട് ഞാനും ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി കേട്ടോ. ഓക്കെ, ടാറ്റാ.